ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാന്, സ്നാപക യോഹന്നാന് ഈശോയ്ക്ക് സാക്ഷ്യം നൽകുവാനായിട്ട് വന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈശോയ്ക്ക് മാമോദിസ കൊടുത്തത്. ഈശോ യോഹന്നാന് ജീവിതത്തിൽ ഉടനീളം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒരിക്കലും പറയാണ്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 34-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുക: ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണോ ദൈവം അരുളി ചെയ്തത് അത് പ്രകാരമാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് ആവസിക്കുന്ന കണ്ടുവെന്നാണ് പറയുക. ഈശോയിൽ ജ്ഞാനസ്നാന സമയത്ത് സ്നാപയോഹന്നാൻ പറയാണ്, ഞാനത് കാണുകയും കണ്ട് അറിഞ്ഞു എന്ന് മാത്രമല്ല, അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അറിഞ്ഞ ക്രിസ്തുവിനെ അവൻ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നീ എത്ര കാലമായി ക്രിസ്തുവിനെ അറിയാൻ തുടങ്ങിയിട്ട്? എത്രത്തോളം ദൈവാനുഭവങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ട്? അറിഞ്ഞ ക്രിസ്തുവിനെ നീ എത്രത്തോളം മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു സുദിനമെന്ന്. ജീവിതത്തിലെ ക്രിസ്തു അറിഞ്ഞാൽ മാത്രം പോരാ, ക്രിസ്തുവിൻ്റെ അനുഗ്രഹം കിട്ടിയാൽ മാത്രം പോരാ, അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കണം. ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യമാണ് ക്രിസ്തുവിനെ സാക്ഷ്യം കൊടുക്കുക എന്നുള്ളത്. അത് നിൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് നീ ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്താൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, ജീവിതത്തിലുടനീളം നിന്നെ അനുഭവിച്ചറിയാനും നിന്നെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസത്തിന് വേണ്ടത് എല്ലാ കൃപകളും നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. പൂജിതമാ രക്ഷ